ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഫിൾസ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് മൈദ, 2 മുട്ട, 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല്, 1/3 കപ്പ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വാഫിൾ മേക്കർ. ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഷുഗർ, ഓയിൽ. നമുക്ക് ഈ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റും ആകും. അതുപോലെ തന്നെ ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവറൂടെ നമ്മുടെ ഈ വാഫിൾസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മൈദ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്, മധുരം അത്ര വേണ്ടാത്തവർക്ക്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പം കൂടുതൽ വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈദയുടെ ക്വാളിറ്റിയിലോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ബാച്ച് ബൈ ബാച്ചായിട്ട് ഈ മൈദ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റർ ഓൾറെഡി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ നമുക്ക് മൈദ വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. അതൊരു ടിപ്പായിട്ട് പറഞ്ഞതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മൈദയുടെ ക്വാളിറ്റി അനുസരിച്ച് അത് കുറച്ച് വേരി ചെയ്യും. ഇനി ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ചേർക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വാഫിൾ മേക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, മീഡിയം ടെമ്പറേച്ചറിൽ വെക്കാം. ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്യാം, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഞാനിപ്പോൾ ഈ ബാറ്റർ എളുപ്പത്തിൽ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുവാണ്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വാഫിൾസ് ആയിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ആക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ 1-2 സ്ലൈസ് ബനാനയും സ്ട്രോബെറീസും വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കിത് ഹണി യൂസ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പാണ് സാധാരണ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത് കഴിക്കുന്നത്. കുറച്ചും കൂടെ ഹെൽത്തി ഓപ്ഷൻ ഹണിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ഇത്. സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.